അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിലിപിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അഞ്ജനയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ഈ കഴിഞ്ഞു പോയ 3 സെഷനിൽ നമ്മൾ കണ്ടുപോയത് പ്രതിലിപിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾ അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ കണ്ടു. TDSനെ കുറിച്ച് കണ്ടു. IP കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രചയിതാക്കളുടെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനസികാരോഗ്യം. പക്ഷെ നമ്മൾ പലരും മാനസികാരോഗ്യത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം നമ്മളത് ഒരു കെയർ കൊടുക്കാതെ നമ്മൾ അത് വിട്ടുകളയാറാണ് പതിവുള്ളത്. അപ്പോൾ ഈ മാനസികാരോഗ്യത്തിന് നമ്മൾ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികാരോഗ്യം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാരണം ഈ മാനസികാരോഗ്യം നമ്മുടെ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ടെൻഷനുകളും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാവനകളെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തിനും ഇത് മോശമായ രീതിയിൽ ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഈ ഡിജിറ്റൽ രചയിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊതുജന അഭിപ്രായങ്ങളാണ്. വിമർശനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കത് ആത്മവിശ്വാസത്തിനെയും പ്രതികൂലമായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലും ബാധിച്ചേക്കാം. ചിലപ്പോൾ വരുന്ന ചില മോശം പ്രതികരണങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് എൻ്റെ രചന മോശമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് വന്നത്, അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉയർത്താം. അതുപോലെ തന്നെയുള്ളതാണ് സ്ഥിരമല്ലാത്തൊരു വരുമാനം. സാമ്പത്തികമായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനം ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ഇത് നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുകയാണ്. എൻ്റെ വരുമാനം എന്തുകൊണ്ടാണ് കുറഞ്ഞത്, അയ്യോ എൻ്റെ വരുമാനം കുറഞ്ഞു പോയല്ലോ, അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ രചനയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ ഒരു എൻ്റെ രചന എപ്പോഴും നല്ലതായിരിക്കണം, എനിക്ക് കൂടുതൽ വായനക്കാർ ലഭിക്കണം, അങ്ങനെയുള്ളൊരു സമ്മർദ്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ഇത് ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമുക്ക് വായനക്കാർ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനസിക തളർച്ച ഉണ്ടായിരിക്കാം. എന്തുകൊണ്ട് എനിക്ക് ലഭിച്ചില്ല, എൻ്റെ രചന അത്രയും മോശമാണോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണർന്ന് വരാം. അപ്പോ ഈ രചയിതാക്കൾ നമ്മുടെ മാനസികാരോഗ്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഭാവന അതുപോലെ തന്നെ രചനയിലുള്ള കൂടുതൽ ശ്രദ്ധ അവർക്ക് കൂടും. അതുപോലെ തന്നെ അവരുടെ മാനസിക ശേഷി മെച്ചപ്പെടും. അതായത് കൂടുതൽ കൂടുതൽ ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭാവന കൂടുതലായിട്ട് ഉണരാനും കാരണമാവാം. ഇതുകൊണ്ട് തന്നെ നമ്മുടെ നല്ലൊരു മാനസികാരോഗ്യമുള്ള ഒരു രചയിതാവിന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ള രചയിതാക്കളെങ്കിലും കൂടുതൽ മെച്ചമായ രീതിയിൽ തന്നെ കഥ പറയാനും അതുപോലെ തന്നെ ആ കഥ മറ്റുള്ളവരോട് പങ്കുവെച്ചൊരു സംതൃപ്തി നേടാനും സാധിക്കും. ഇനി മാനസികാരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെയാണ് രചയിതാക്കളെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ചിലപ്പോൾ എല്ലാവരിലും ഒരുപോലെ തന്നെ ഈ മാനസികാരോഗ്യം പ്രകടിപ്പിക്കണമെന്നില്ല. ചിലര് അത് മനസ്സിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചേക്കാം. ചിലവരെ അത് എഴുത്തില് പ്രതികൂലമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില രചയിതാക്കളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ആത്മസംശയം വരും. അതായത് എൻ്റെ എഴുത്ത് അത്ര പോരെ, എൻ്റെ എഴുത്ത് മോശമാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ, ഞാൻ ഒരു നല്ല രചയിതാവല്ലേ, അങ്ങനെ ഒരു ആത്മസംശയം ചിലപ്പോൾ നമുക്ക് മനസ്സിൽ ഉണർന്നു വരാം. അതുപോലെ തന്നെ സ്വയം എഴുതാനുള്ള ഒരു പ്രേരണ ഇല്ലാതായി മാറാണ്. ഞാൻ ഇനി എന്തിനു എഴുതണം, എനിക്ക് അത്ര വായനക്കാരൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അത്ര ഫോളോവേഴ്സ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ രചന അത്ര പോരാ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും തോറും ഞാൻ ഈ എന്തിനു എഴുതണം, ഞാൻ ഈ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. ഇതുമൂലം തന്നെ നമ്മൾ ക്ഷീണം പോലെ നമുക്ക് തോന്നി തുടങ്ങും, ഇനി എഴുതണ്ട, അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. നമ്മൾ ഇങ്ങനെയുള്ളൊരു ചിന്തകൾ നമ്മുടെ മനസ്സിലിരിക്കെ നമ്മൾ എഴുതാൻ ശ്രമിച്ചാലും ഇനി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയുള്ളൊരു ചിന്തയിലേക്കായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ചിലർക്ക് തളർച്ച ഉണ്ടാകാം, തലവേദന ഉണ്ടാവാം, ഉറക്കക്കേട്, അതായത് ഉറക്കം ശരിയായിട്ടുള്ള ഉറക്കില്ലായ്മ ഉണ്ടാകാം. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ചിലർക്ക് വയറുവേദന പോലും അനുഭവപ്പെടാം. ഇത്തരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങളാണ് മാനസികാരോഗ്യം പ്രതികൂലമായിട്ടുള്ള ബാധിച്ചിട്ടുള്ള ഒരു രചയിതാവിൽ കണ്ടുവരുന്നത്. ഇനി ഒരു ഓൺലൈൻ രചയിതാവായിരിക്കുമ്പോൾ താങ്കളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ താങ്കൾ എഴുതുമ്പോൾ അതൊരു പ്രശംസ നമുക്ക് ലഭിക്കാം, അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ വിമർശനവും ലഭിക്കാം. അപ്പോൾ വിമർശനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരുടെ ഒരു നേച്ചറാണ്. പ്രശംസ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്, കാരണം നമുക്ക് തന്നെ അതൊരു ഒരു കോൺഫിഡൻസ് തരികയാണ്. അതേസമയം വിമർശനങ്ങൾ പലപ്പോഴും നമ്മൾ നല്ലതായിട്ടുള്ള രീതിയിലല്ല എടുക്കാറുള്ളത്. ഇത് ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സ്വയം മൂല്യം, ഒരു ആത്മവിശ്വാസം, അതിനൊക്കെ പ്രതികൂലമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പ്രശംസ അനുകൂലമായിട്ടും ബാധിക്കാം. ഇനി സോഷ്യൽ മീഡിയയിലും വായനക്കാരിലും വായനക്കാരുടെ പ്രതികരണവും ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. എന്തുകൊണ്ട് എൻ്റെ കഥയുടെ കീഴെ വന്ന് ഇവരിങ്ങനെ കമന്റ് ചെയ്തത്, ഇതെന്താ എൻ്റെ കഥ നല്ലതല്ലാത്തത് കൊണ്ടാണോ, അങ്ങനെയാണോ, അങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ കുറേയധികം ചിന്തകൾ നമുക്ക് വരാം. ഇനി അടുത്തതായി നോക്കുകയാണെങ്കിൽ വിമർശനങ്ങളാൽ നമ്മൾ വേദനിക്കപ്പെടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് നമ്മൾ എഴുതാണ് ഒരു രചന. ഈ രചനയ്ക്ക് എന്തായാലും എനിക്ക് കുറേ അധികം വായനക്കാരുണ്ടാകും, അല്ലെങ്കിൽ കുറേ അധികം പേര് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് നമ്മൾ എഴുതി തുടങ്ങാണ്. എന്നാൽ ആ പ്രതീക്ഷ ഒന്ന് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമുക്ക് വായനക്കാരിൽ ഇല്ലാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അത്രത്തോളം പേര് ഇഷ്ടപ്പെടുന്നില്ല ഈ രചന എന്നുള്ള ഒരു ചിന്തകൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓവർ തിങ്കിങ് കയറി വരാണ്. എൻ്റെ രചന അത്ര മോശമാണോ, ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ടെൻഷൻ ഉണ്ടാക്കുകയാണ്. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് കൈകാര്യം ചെയ്യാനുള്ള ചില സ്ട്രാറ്റജീസ്, കുറച്ച് തന്ത്രങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നമുക്കൊരു മോശമായിട്ടുള്ളതോ ഒരു കമന്റ് വരികയാണ് ഒരു രചനയുടെ കീഴിൽ, അപ്പൊ നമ്മളത് ഇത് നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് വിചാരിക്കാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിനെയും അതുപോലെ തന്നെ എഴുത്തിനെയും വേർതിരിച്ച് കാണുക. നിങ്ങളെ കുറിച്ചല്ല അവിടെ ആ വായനക്കാരൻ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. കാരണം ആ ആള് വായിച്ചിട്ടുള്ള രചനയിലെ കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ കഥയെ കുറിച്ചുള്ള ഒരു വിമർശനമായിരിക്കാം അദ്ദേഹം അവിടെ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിത്വത്തിന് എതിരല്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് ആദ്യം തന്നെ കൊണ്ടുവരിക. ഇത് പോസിറ്റീവായ രീതിയിൽ വിമർശനങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളെ തന്നെ തയ്യാറാക്കും. ഇനി ലഭിക്കുന്ന ഫീഡ്ബാക്ക് വ്യക്തിപരമായി എടുക്കാതെ തന്നെ നമ്മുടെ കഥയെ എങ്ങനെ മെച്ചപ്പെടുത്താം. ഈ കഥയില് ഈ കഥാപാത്രം അത്ര ശരിയല്ല എന്നാണോ, ആ കഥാപാത്രത്തിൽ എനിക്ക് ഇനിയും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഈ കഥയിൽ ഇനി എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ് വായനക്കാർ ഇഷ്ടപ്പെടുക, അങ്ങനെ പോസിറ്റീവായ രീതിയിൽ ലഭിക്കുന്ന വിമർശനങ്ങൾ നമ്മൾ പോസിറ്റീവായ രീതിയിൽ മാറ്റാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് എനിക്ക് ലഭിച്ച ഈ വിമർശനങ്ങളെ എനിക്ക് ഗുണമാക്കി മാറ്റാൻ കഴിയുക, എൻ്റെ കഥനെ കൂടുതൽ മെച്ചപ്പെടുത്തുക, ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ എന്നെ എങ്ങനെ ഞാൻ മെച്ചപ്പെടുത്താം, അങ്ങനെ രീതിയിൽ പോസിറ്റീവായി നമ്മൾ ചിന്തിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് പ്രതികരണങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് എൻ്റെ കഥയ്ക്ക് വന്ന കമന്റ്സ് എങ്ങനെയാ. അതില് ചില സമയങ്ങളിൽ നമുക്ക് മോശം കമന്റ്സ് വരാം, പക്ഷെ ലഭിക്കുന്ന മോശം കമന്റ്സ് ആയിരിക്കും നമ്മൾ ചില സമയങ്ങളിൽ ലഭിക്കുന്ന നല്ല കമന്റ്സിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അങ്ങനെ തുടരെ തുടരെ നിങ്ങളുടെ രചനയുടെ ഫുൾ അഭിപ്രായം ആ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ലഭിക്കുന്ന റിവ്യൂസിലോ ആണെന്ന് വിചാരിക്കാതിരിക്കാം. കാരണം ഒരു രചന എന്നുള്ളത് ചില വായനക്കാർക്ക് ഇഷ്ടപ്പെടാം, ചില വായനക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന റിവ്യൂസ് അതല്ല നിങ്ങളുടെ രചനയുടെ ഒരു ക്വാളിറ്റി നിർണ്ണയിക്കുന്നതെന്ന് വിചാരിക്കുക. അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെ മെച്ചപ്പെടുത്താന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് സമ്മർദ്ദം അനുഭവപ്പെടുകയാണ്, എന്തുകൊണ്ട് എൻ്റെ ഈ രചനയ്ക്ക് അധികം ഇത് കിട്ടാത്തത്, അല്ലെങ്കിൽ എനിക്കൊരു ഉള്ളിൽ എങ്ങനെയാണ് ഈ കഥ എനിക്ക് അടുത്ത പാട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന സമയങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള മികച്ച രചയിതാക്കളെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളുടെ തന്നെ ഫോളോവേഴ്സ് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യം ജീവിതത്തിലുള്ള സുഹൃത്തുക്കളും ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുമായിട്ട് പങ്കുവെക്കുക. അങ്ങനെ കുറച്ച് നിങ്ങളുടെ വിഷമങ്ങൾ സമ്മർദ്ദങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാതി ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി ഫീഡ്ബാക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഒരു ക്വിക്ക് ടൂളാണ്
ത്രീ ഫിൽട്ടർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങളുടെ രചനയിൽ. അപ്പൊ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് സത്യമാണോ, ഈ എന്റെ കഥയെ കുറിച്ചുള്ള അഭിപ്രായം മാത്രമാണോ ഇവർ പങ്കുവെക്കുന്നത്, അതോ എന്നെ വ്യക്തിപരമായിട്ടാണോ ആക്രമിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ചിന്തിക്കുക. ആ സമയത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്റെ രചനയെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ കഥ, ആ രചനയിലെ ഒരു കഥാപാത്രത്തിനെ കുറിച്ചുള്ള ഒരു കമന്റ് മാത്രമാണ് അവരവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഇത് തന്നെ പാതി താങ്കളുടെ ആശങ്കകളും അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇത് സഹായകരമാണോ എന്ന് ചിന്തിക്കുക. അതായത് ചില സമയങ്ങളിൽ ചില വായനക്കാർ പങ്കുവെക്കുന്ന ചില ആശയങ്ങൾ, കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്ന ആശയങ്ങൾ തന്നെ നിങ്ങൾക്ക് അത് ഗുണപരമായിട്ട് എടുക്കാനായിട്ട് കഴിയും. കാരണം അതിൽ ചിലപ്പോൾ ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ കഥ കൊണ്ടുപോയാൽ നന്നായിരിക്കും ചിലപ്പോൾ പങ്കുവെക്കുന്നത്. ശരിക്കും അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. പക്ഷെ നമ്മളത് എന്റെ രചനയിലെ മറ്റുള്ളൊരു അഭിപ്രായം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ വേണം ചിലപ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകാതെ ഇത് എനിക്ക് സഹായകരമായി എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടാമതായി ചിന്തിക്കാം. മൂന്നാമത്തേതായി ഇത് ആവശ്യകമാണോ. ഞാൻ ഈ കമന്റിന് ചില സമയങ്ങളിൽ കമന്റ് ബോക്സിൽ ഒരു അഭിപ്രായങ്ങൾ പരസ്പരം പങ്കുവെച്ച് അതൊരു വഴക്കിലേക്ക് വരെ പോകാറുണ്ട്. അതിന് പകരം ഇതിന് ഞാൻ മറുപടി കൊടുക്കേണ്ടതുണ്ടോ, ഇത് അങ്ങനെ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് എന്നെ കുറിച്ചാണോ ഇവർ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ കഥേനെ കുറിച്ച് മാത്രമാണെങ്കിൽ അത് അവരൊരു വായനക്കാരൻ എന്നുള്ള രീതിയിലുള്ള വെറും ഒരു അഭിപ്രായം മാത്രമാണ്. അത് ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് രചയിതാവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഇനി നമുക്ക് നമുക്ക് പ്രചോദനം നൽകുന്ന ചില യഥാർത്ഥ ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തെ ഈ രചയിതാവിന് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് കരുതുന്നു. ഹാരി പോട്ടർ എന്നുള്ള ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു രചനയുടെ രചയിതാവായിട്ടുള്ള ജെ.കെ. റൗളിംഗ് മാമിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഈ ജെ.കെ. റൗളിംഗ് മാം ഇത് ആദ്യം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട പല പ്രസാധകരും ഇത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇത് സാധാരണ ഒരു കഥയാണ്, അല്ലെങ്കിൽ ഇത്രയധികം അമാനുഷികതയൊന്നും വിറ്റുപോവില്ല, എത്രയൊന്നും ആൾക്കാർക്ക് അത് വായിക്കാൻ താല്പര്യം കാണില്ല, അങ്ങനെയൊക്കെയാണ് അവർ ഇങ്ങനെ മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞത്. പക്ഷെ ഇവരത് ഈ ഒരു സമയത്ത് അവര് വളരെയധികം മാനസികമായിട്ട് തന്നെ വളരെയധികം വിഷമങ്ങൾ നേരിട്ടിരുന്നു എന്ന് അവര് തന്നെ പങ്കുവച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. അപ്പോ ക്ലിനിക്കൽ ഡിപ്രഷനായിട്ട് നടത്തിയ ആ പോരാട്ടത്തിലാണ് അവര് പല സമയങ്ങളിൽ പോലും ആത്മഹത്യ പോലും ചിന്തിച്ചു എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഇവര് ഈ സമയത്ത് നേരിട്ടിട്ടുള്ള ആ ഒരു ഡിപ്രഷന്റെ ഉപമയായിട്ടാണ് അവര് ഡിമെൻഡേഴ്സ് എന്നുള്ള ഒരു ക്യാരക്ടർ അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ കഥാപാത്രങ്ങളുടെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉപമയായിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും കഥയിൽ തന്നെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ടൊരു ശാന്തി നൽകുന്നതാണ്. കാരണം ഈ കഥാപാത്രത്തിനോട് ബാക്കിയുള്ള വായനക്കാര് പങ്കുവെക്കുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അത് നിങ്ങൾ തന്നെ ഒരു സ്വയമായിട്ട് എക്സ്പ്രസ് ചെയ്യാണ് നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ. അത് നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സമാധാനം നൽകും. ഇനി ഇപ്പൊ നമ്മൾ ജെ.കെ. റൗളിംഗ് മാമിന്റെ ഈ ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇത്രയധികം കഷ്ടപ്പാടിൽ നിന്നാണ് അവർ ഇത്രയധികം, ഇപ്പോൾ നമുക്കറിയാം കേരളം എന്നുള്ളത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് പോലും അറിയുന്ന രീതിയിലേക്കാണ് ആ രചന മാറിയത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു രചയിതാവ് തോറ്റുപോവാൻ നിൽക്കാതെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു, അതുപോലെ തന്നെ വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതാണ് അവരുടെ വിജയത്തിന് കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ ലഭിക്കുന്ന റെസ്പോൺസുകൾ പോസിറ്റീവ് രീതിയിൽ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് എല്ലാവർക്കും അറിയാം വൈക്കം മുഹമ്മദ് ബഷീർ സാറിനെ. അപ്പോ സാറിന്റെ ഈ ജീവിതവും നമുക്കൊരു ഭയങ്കര പ്രചോദനകരമായിട്ടുള്ള ഒരു ജീവിതമാണ്. കാരണം അദ്ദേഹം അനുഭവിക്കാത്തതായിട്ട് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ദാരിദ്ര്യം, തടവ്, സാമൂഹിക ഒറ്റപ്പെടല്, അങ്ങനെ പല പല കഷ്ടതകൾ അനുഭവിച്ചിരുന്ന കാലത്തായിരുന്നു അദ്ദേഹം ആ രചനകളെല്ലാം രചിച്ചെന്നുള്ളതാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ തനിക്ക് ലഭിക്കുന്ന തന്റെ ജീവിതത്തിലെ ക്ലേശകരമായ സംഭവങ്ങളെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീർ സാർ. അപ്പോ ഒറ്റപ്പെടലുമായിട്ട് നേരിട്ടിരുന്ന അദ്ദേഹത്തിന്റെ ആ സമയത്തെ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കഥകളിൽ പ്രതിഫലിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലത്തെ വികാര പ്രക്ഷോഭങ്ങൾ നിങ്ങൾക്ക് രചനയിലൂടെ അതുപോലെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ്.
ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഗെയിം കളിക്കാം. ഇപ്പോ ചാറ്റ് ബോക്സ് തുറക്കുന്നതാണ്, നിങ്ങൾക്കായിട്ട് അൺമ്യൂട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോ ആദ്യം തന്നെ ഈ നൽകിയിരിക്കുന്ന വ്യക്തിയെ ആരാണ് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക. ഇതൊരു മൂവിയല്ല, ഇതൊരു വ്യക്തിയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഈ വ്യക്തിനെ കണ്ടുപിടിക്കാൻ പറ്റി. ഇനി അടുത്തതായിട്ട് വേറൊരു വ്യക്തിയെ കുറിച്ച് കാണാം. ഈ രണ്ടാമത് നൽകിയിട്ടുള്ള വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. ബോളിവുഡിലെ ഒരു നടനാണ്. മുഴുവനായിട്ട് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ നൽകിയിട്ടുള്ള ഈ വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മൂന്നാമത്തേലേക്ക് എത്തി. എല്ലാവർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അപ്പോ നമുക്കൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു ഇതിൽ കൂടെ തന്നെ മനസ്സിലാകും, ഈ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തില് എത്രത്തോളം കഷ്ടപ്പാടുകൾ നേരിട്ടിട്ടാണ് ഒരു വിജയത്തിലേക്ക് ചവിട്ടുപടി കയറി വരുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അതൊരു ചവിട്ടുപടിയായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന് ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ കഷ്ടതകളിൽ നിന്ന് മാത്രം നമ്മൾ കരുതുക. ഇനി പരാജയം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഈ ഒരു എക്സാമ്പിൾസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പരാജയം എന്ന് പറയുന്നത് നിങ്ങൾ ഇതോടുകൂടി നിർത്തണം എന്നല്ല അർത്ഥാക്കുന്നത്. പകരം നമ്മൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം വിജയം നേടുന്നത് വരെ എന്നുള്ളതാണ് നമ്മൾ ഈ എക്സാമ്പിൾസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയം നിങ്ങളെ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളെ തേടി വരുന്നതാണ്. ഇനി അടുത്തതായിട്ട് സാധാരണയായിട്ട് രചയിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രശ്നമാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ നല്ല വിജയങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവും. ഈ നിങ്ങളിപ്പോൾ ഒരു കഥ പോസ്റ്റ് ചെയ്യാണ്, ആ കഥയ്ക്ക് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ ലഭിച്ചു. എന്നാലും നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാൻ അത്ര എൻ്റെ കഥയൊന്നും അത്ര പോരാ, അല്ലെങ്കിൽ ഈ വായനക്കാരൊക്കെ വെറുതെ പറയാണ് എൻ്റെ കഥയൊന്നും പോരാ, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് സ്വന്തമായിട്ട് തോന്നുകയാണ്. അതായത് എന്ത് ചെയ്താലും നമുക്ക് എത്രത്തോളം സക്സസ് ഉണ്ടായാലും നമ്മൾ വിചാരിക്കുകയാണ് പോരാ, ഇത് ഇത്രയൊന്നും പോരാ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യം കൊണ്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്, എനിക്ക് ഇതിനൊന്നും അർഹതയില്ല, മറ്റുള്ളവരാണ് എന്നെക്കാളും നല്ലതെന്ന് മെയിനായിട്ട് നമ്മൾ ചിന്തിച്ചു കിട്ടും. ഇല്ല, എന്നെക്കാളും നല്ല രചയിതാവ് വേറെ ആളാണ്, എൻ്റെ രചന അത്രയൊന്നും പോരാ, ആളുടെ രചനയാണ് ഏറ്റവും നല്ലത്, അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഈ ഒരു നമുക്കൊരു ഈ ഒരു നമ്മുടെ ഒരു അവസ്ഥ നമുക്ക് ആത്മസംശയം ഉണ്ടാക്കും. എൻ്റെ രചനയൊന്നും പോരാ, എൻ്റെ രചനയൊന്നും ഒരിക്കലും ഒരു ഇത്ര അധികം ഓഡിയൻസ് ഒന്നും അർഹിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് മാറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാവും. എൻ്റെ രചന പോരല്ലോ, അപ്പൊ പിന്നെ ഞാൻ പങ്കുവെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ഇതിനെ പ്രതികരണം എന്തായിരിക്കും, എന്നെ കളിയാക്കും എല്ലാവരും കൂടി. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്താതെ പകരം അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും കഥകൾ എഴുതി തുടങ്ങി നമുക്കത് പിന്നീട് അത് തുടർന്ന് എഴുതാൻ കഴിയാത്തത്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഇതുപോലെ ഒരു ചിന്തകളൊക്കെ കടന്നുകൂടാണ്. ഇനി രണ്ടാമതായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേൺ ഔട്ട്. അതായത് ദീർഘകാലം നമുക്ക് സമ്മർദ്ദം ഉണ്ടാവുകയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ അങ്ങനെ ഞാൻ ഇതൊന്നും പോരെ, ഇങ്ങനെ ഞാൻ എഴുത്ത് നിർത്തുന്നത് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഒരു കമന്റ് കണ്ടു അത് മോശമാണ്, അയ്യോ എൻ്റെ കഥയെല്ലാം മോശമാണ്, അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലോട്ട് കടന്നുകൂടാണ്. ഇതുകൊണ്ട് തന്നെ
നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഭാവന നമുക്ക് കുറവ് വരികയാണ്. അതായത് എത്രത്തോളം നമുക്ക് ശ്രമിച്ചാലും തന്നെ നമുക്ക് ഭാവന അത്രയ്ക്ക് വരുന്നില്ല ഒരു രചനയുടെ അതുകൊണ്ട് തന്നെ നമുക്കത് ആ രചനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടാവാം. അങ്ങനെ ഈ കാരണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നിരന്തരം എഴുതണം. ഞാൻ എന്നും പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് വരുമ്പോൾ എനിക്കതൊരു ടെൻഷനായി മാറാണ്. ചില ആളുകളിൽ അത് ടെൻഷനായി മാറും. അപ്പോൾ അതൊരു സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ട് തന്നെ ഞാൻ എഴുതാതിരിക്കും. അപ്പൊ എനിക്ക് സമാധാനമായല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വിശ്രമത്തിന്റെ അഭാവം മൂലം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ അതിര് കടന്നിട്ട് നമ്മൾ പ്രതീക്ഷകൾ വെക്കാണ്. എൻ്റെ രചനയ്ക്ക് എന്തായാലും ഇന്ന് 100 പേര് വായിക്കും. അപ്പൊ അതൊരു 50 പേരെ വായിച്ചെങ്കിൽ ഓ എൻ്റെ രചന പോരാ, ഇനി ഞാൻ എഴുതില്ല. അങ്ങനെ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കൂടുന്തോറും നമുക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാനുള്ള ഒരു മടി വരികയാണ്. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ പ്രോക്രാസ്റ്റിനേഷനും പെർഫെക്ഷനിസവും. അത് നമ്മളിപ്പോ ഒരു പരാജയ ഭയം നമ്മുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ നമ്മൾ പതിയെ പതിയും നമ്മൾ ചെയ്യുക. നമ്മൾ എന്നും ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ നയിക്കുകയാണ് കഥ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്ഷനിസം ഉണ്ടാവും ചിലവർക്ക്. എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കഥ എഴുതുള്ളൂ, എപ്പോഴും എൻ്റെ കഥ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഒരു പെർഫെക്ഷനിസം നമ്മളിൽ ഒരു ടെൻഷൻ പോലെ അല്ലെങ്കിൽ പ്രഷർ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. എന്ത് എഴുതിയാലും ഒരു അതൃപ്തിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. പോരാ, ഇതൊന്നല്ല, ഇതിനെയൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും, അങ്ങനെ തോന്നലോടുകൂടി നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ചിന്ത കടന്നുകൂടാണ്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ജോലിയും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, അതുപോലെ തന്നെ വരുമാന സംബന്ധമായിട്ടുള്ള സമ്മർദ്ദവും എങ്ങനെയാണ് നമ്മളതിനെ ഇതിലേക്ക് നയിക്കുന്നതെന്ന്, ഇങ്ങനത്തെ ഒരു ടെൻഷനിലേക്കൊക്കെ നയിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങളും വിചാരിക്കുന്നത് ഒരു വൈറ്റ് കോളർ ജോലിയാണ് ഇപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്, അതാണ് സേഫ് ആയിട്ടുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഇതുപോലെ തന്നെ നമ്മൾ രചയിതാക്കൾ എന്നുള്ള രീതിയിൽ വരുമ്പോൾ കുടുംബം നമ്മുടെ മേല് പ്രഷർ ചെലുത്താണ്. ഇല്ലില്ല, ഇത് പറ്റില്ല, നീ മറ്റൊരു ശരിക്കൊരു വൈറ്റ് കോളർ ജോലിക്ക് തന്നെ പോകണം എന്നുള്ള രീതിയിലേക്ക് നമ്മളെ പ്രഷർ ചെയ്യാണ്. അതുപോലെ തന്നെ സ്ഥിരമല്ലാത്ത വരുമാനം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമ്മർദ്ദം ഉണ്ടാവാണ്. ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണോ? എനിക്ക് എന്തായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്ത ഫ്യൂച്ചറിൽ എനിക്ക് കിട്ടുമോ, ബെറ്റർ ആവോ, ഇതോ കുറയോ? അങ്ങനെയുള്ള കുറച്ച് ആത്മസംശയത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ രചയിതാക്കളെ വിശ്രമം, ഈ ചിലവരുണ്ടായിരിക്കും നല്ല രചയിതാക്കളായിരിക്കും, പക്ഷെ അവര് ചിലപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് വിശ്രമം എടുക്കുകയാണെന്ന് വിചാരിക്കുക, സ്വന്തമായിട്ട് വിശ്രമം എടുക്കുമ്പോഴും നമുക്ക് കുറ്റബോധം തോന്നും, അയ്യോ ഞാൻ എഴുതായിരുന്നു, ഈ സമയം എനിക്ക് എഴുതായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിലോട്ട് കടന്നുകൂടാണ്. ഇനി ഫങ്ഷണൽ ഫ്രീസ് എന്ന് പറയുന്നതാണ്, നമുക്ക് സമ്മർദ്ദമാണ്, നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു പ്രക്ഷോഭം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, അയ്യോ എനിക്ക് എഴുതണമല്ലോ, അയ്യോ എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എഴുതിയാൽ ശരിയാവോ, മറ്റുള്ളവരെന്നെ കളിയാക്കോ. അങ്ങനെ സമ്മർദ്ദം മൂലം നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ മാറുകയാണ്. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത തന്നെ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീരുമാനങ്ങൾ തന്നെ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലക്ഷണം എന്താന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജോലിയും ചെയ്യാതിരിക്കും. നമ്മുടെ ഉള്ളിൽ കുറേ ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിരന്തരം നമുക്ക് അശ്രദ്ധയായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നിലും നമുക്ക് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി. ഇനി വർക്ക് ലൈഫ് ബാലൻസ് ടിപ്പുകൾ, നിങ്ങൾക്കായിട്ട് കുറച്ച് ടിപ്പുകൾ പങ്കുവയ്ക്കാം. അതായത് നിങ്ങൾ നിത്യം നിങ്ങളുടെ ജീവിതത്തിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ അത്രയും സമയം നിങ്ങൾ മാറ്റിവെക്കുക രചനയ്ക്കായിട്ട്. ബാക്കിയുള്ള സമയങ്ങളിൽ ബാക്കിയുള്ള വർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ അങ്ങനെയുള്ള സമയത്തിന് ബാക്കിയുള്ള സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ ഈ ഒരു മണിക്കൂർ രചനയ്ക്ക് ഞാൻ എഴുതാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുള്ളൂ എന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു ശീലമായി മാറും തോറും നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ബാലൻസ് വരുന്ന പോലെ തോന്നും. കാരണം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് രചനയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഷെഡ്യൂള് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് ഒരു രചനയ്ക്ക് ഒരു ഘടനയും സ്ഥിരതയൊക്കെ ആക്കി നമ്മൾ മുന്നോട്ട് പോവാം. ഇനി
ഇനി നമുക്ക് സൃഷ്ടിപരമായിട്ട് നമുക്ക് എപ്പോഴും ക്രിയേറ്റിവിറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഊർജം വേണം. നമുക്ക് ജസ്റ്റ് ഒരു ജോലി ചെയ്യുന്നത് പോലെയല്ല ഒരു രചയിതാവിന്റെ ഒരു നിത്യജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിന് കുറേ അധികം കാര്യങ്ങൾ ആവശ്യമാണ്. ഭാവന, അതുപോലെ തന്നെ ഭാവന വേണം, അതുപോലെ നമ്മൾ ചിന്തകൾ വേണം, അനുഭവങ്ങൾ വേണം. അങ്ങനെ പല പല കാര്യങ്ങൾ ഒത്തുചേരുന്നതാണ് ഒരു രചന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഊർജ്ജം ലഭിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ജോലിയും വിനോദ പ്രവർത്തനങ്ങളും, അതായത് എപ്പോഴും ജോലി എന്നുള്ള മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് മാനസികാരോഗ്യത്തിന് സന്തോഷം നൽകുന്ന നമ്മുടെ സ്വന്തം സന്തോഷങ്ങൾക്കുള്ള ചില കാര്യങ്ങൾ ചെയ്യാം. ചിലവർക്കത് സിനിമ കാണുന്നതായിരിക്കും, ചിലവർക്കത് നീന്തലായിരിക്കാം, ചിലർക്ക് നടക്കാൻ പോകുന്നതായിരിക്കാം, ചിലർക്ക് യോഗയായിരിക്കാം. അങ്ങനെ പല പല ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റും. ഇനി സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ജോലിയോടൊപ്പം തന്നെ നിങ്ങളുടെ രചയിതാവ് എന്നുള്ള ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുമാനം കുറയും അടുത്ത മാസം എന്നുള്ളൊരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിൽ ഇല്ലാതിരിക്കുകയും ഇത് നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരികയും ചെയ്യും. ഇനി വിജയത്തിന് നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് വരുമാനത്തിനെ മാത്രം ആശ്രയിച്ചിട്ട്, അതായത് എനിക്ക് ഈ മാസം 1000 രൂപ കിട്ടിയുള്ളൂ, അയ്യോ എൻ്റെ കുറഞ്ഞു പോയി, അപ്പൊ എനിക്ക് അത്ര പോരാ, മറ്റുള്ളവർക്ക് 10,000 രൂപ കിട്ടി, അങ്ങനെയല്ലാതെ നിങ്ങൾ അങ്ങനെ വരുമാനത്തെ മാത്രം ഘടകമാക്കി ഇങ്ങനെ അടിസ്ഥാനമാക്കി വെക്കാതെ നിങ്ങളുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ചയായിട്ട് ഒരു രചന എഴുതുന്നതിനെ കാണുക. ഇനി നമുക്ക് ക്വിക്ക് റൂൾ, നമുക്കൊരു ഒരു ദിനം പ്രതി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദിനം പ്രതി, ആഴ്ചതോറും, മാസം തോറും ചെയ്യുന്നത്. ഓരോ ദിവസവും നിങ്ങൾ 3 ചെറിയ ടാസ്കുകൾ വയ്ക്കുക. ഒന്ന് എഴുത്ത്, ഒന്ന് വായന, ഒന്ന് അതുപോലെ സെൽഫ് കെയർ. നിങ്ങൾ എഴുതും തോറും നിങ്ങളുടെ ഭാവനകളും എല്ലാതും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ വായിക്കും തോറും ഇങ്ങനെയുള്ള സാധ്യതകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി തന്നെ അതിൽ നിന്ന് കൂടാം. അതുപോലെ തന്നെ സെൽഫ് കെയർ എന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലാണ് എനിക്ക് എന്നെ സന്തോഷമാക്കി മാറ്റാൻ കഴിയുക, അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇനി ആഴ്ച തോറും നിങ്ങൾ 3 ലക്ഷ്യങ്ങൾ വിചാരിക്കാം. ഒന്ന് സൃഷ്ടിപരമായിട്ടുള്ളത്, അതായത് നിങ്ങൾ ഈ രചന എങ്ങനെ അടുത്ത ഭാഗം എഴുതാം, ആ രീതിയിലുള്ള ഒരു ലക്ഷ്യം വെക്കുക. ഇനി അടുത്ത ഭാഗം ഇത്രയധികം ട്വിസ്റ്റുകൾ വരണം എൻ്റെ രചനയിൽ, അല്ലെങ്കിൽ ഇത്രയധികം മനോഹരമാവണം രചന, അങ്ങനെ ലക്ഷ്യം വെക്കാം. ഇനി അല്ലെങ്കിൽ ഇത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ, അങ്ങനെ നമുക്ക് വിചാരിക്കാം. ഇനി പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഒരു ലക്ഷ്യവും വെക്കാം. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുക. അത് ഈ പറഞ്ഞ പോലെ ചിലവർക്ക് അത് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പുതിയതായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നീന്തൽ പഠിക്കുന്നതായിരിക്കും ചിലർക്ക് യോഗ പഠിക്കുന്നതായിരിക്കാം, ചിലർക്ക് കുക്കിംഗ് പഠിക്കുന്നതായിരിക്കും. അങ്ങനെ പലർക്കും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇനി മാസത്തിൽ നമ്മൾ അതുപോലെ തന്നെ 3 കാര്യങ്ങൾ വിചാരിക്കാം. ഒന്ന് ഒരു പുരോഗതി, വെല്ലുവിളികള്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ പുരോഗതി ഇത്ര ഞാൻ ഉയരണം, ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു മാസത്തില് ഇത്രത്തോളം ഭാഗങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സിനൊക്കെ നേടി, അങ്ങനെ നമുക്കൊരു ലക്ഷ്യം വെക്കാം. അതുപോലെ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെയാണ് നേടുന്നത്, ഞാനിപ്പോ ഒന്ന് സ്റ്റക്കായിപ്പോയി, അയ്യോ എനിക്ക് അടുത്ത ഭാഗം എഴുതാൻ കഴിയുന്നില്ലല്ലോ, അപ്പോ ആ വെല്ലുവിളിനെ ഞാൻ നേരിടും എന്നുള്ള സ്വന്തമായിട്ടൊരു ലക്ഷ്യം പോലെ വിചാരിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഒരു ഭാവിയിലേക്ക്, ഇനി ഭാവിയിൽ ഞാൻ രചയിതാവായിട്ട് വളരാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഒരു ഭാവിയിൽ ഒരു വലിയൊരു രചയിതാവ് ആവണം ഞാൻ, അപ്പൊ ഞാൻ ഇപ്പൊ എങ്ങനെയായിരിക്കണം എൻ്റെ ചുവടുവെപ്പെന്നും നമ്മൾ ചിന്തിക്കാം. ഇനി മുന്നോട്ട് നയിക്കുന്നിട്ടുള്ള ചില തന്ത്രങ്ങൾ നമുക്ക് നോക്കാം. എപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരാനാണ് സാധ്യത. അപ്പോൾ ഞാൻ അത്ര പോരാ, എൻ്റെ രചന അത്ര പോരാ, അങ്ങനത്തെ ഉള്ള ചിന്തകൾ മാറ്റിയിട്ട് ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സ്വയം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ തന്നെ, അങ്ങനെ ചിന്തിക്കുക. ഈ പ്രേരണ നിലനിർത്താനായിട്ട് നമ്മൾ ചെറുതും നമുക്ക് നേടാൻ കഴിയുന്ന നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വിചാരിക്കുക. ചിലപ്പോൾ ഞാൻ ഇന്നൊരു 1000 വാക്കുകളുള്ള ഭാഗം പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു ചെറിയ ലക്ഷ്യം. അത് ഞാൻ ചെയ്യുന്നതിലൂടെ എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നാണ്, ഓ ഞാൻ എൻ്റെ ലക്ഷ്യം കൈവരിച്ചു എന്നുള്ളത്. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണർത്താണ്.
ഇനി ഫലങ്ങൾ മാത്രമല്ല, പുരോഗതി നമ്മൾ ആഘോഷിക്കണം. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വരുമാനമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന വായനക്കാര് എത്രയാണ്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഫലങ്ങളായിട്ട് കാണുക. അതിന് പകരം ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്രയും ഭാഗം പോസ്റ്റ് ചെയ്തു, അത് തന്നെ ഞാനൊരു രചയിതാവ് എന്നുള്ള രീതിയിൽ എൻ്റെ പുരോഗതിയാണെന്ന് വിശ്വസിക്കുക, അത് ആഘോഷിക്കുക, സ്വന്തമായിട്ടൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതിൽ. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ചില രീതിയിൽ റീസെറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ. അതിനായിട്ട് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആയ പോലെ, അതായത് ഒന്നും വരുന്നില്ല മനസ്സിലേക്ക്, ആ രീതിയിലുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ചെറിയൊരു നടത്താവാം, അല്ലെങ്കിൽ ശ്വസനമായിട്ടുള്ള വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ മനഃശാന്തി നൽകുന്ന, നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മനസ്സിലേക്ക് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സന്തോഷം അത് ചെയ്ത് ഒരു ഇടവേള നമുക്ക് എടുത്ത് നമുക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റിയോട് കൂടി തന്നെ തിരിച്ചു വരാൻ കഴിയുന്നതാണ്. ഇനി എങ്ങനെയാണ് സ്വന്തമായിട്ട് മെച്ചപ്പെടുത്താനായിട്ട്, നമുക്ക് എങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ചലഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ചിലർക്കുള്ളതാണ് എന്നും ഒരേ രീതിയിൽ ഒരേ പശ്ചാത്തലമുള്ള കഥകളായിരിക്കും. ചിലപ്പോൾ അത് കുടുംബപരമായിട്ടുള്ളതായിരിക്കാം. അങ്ങനെ ഒരു കുടുംബപരമായിട്ടുള്ള രീതിയിലുള്ള കഥ എഴുതുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ ഒരു ത്രില്ലർ, അല്ലെങ്കിൽ ഒരു ഹൊറർ രീതിയിലുള്ള കഥ എഴുതാനായിട്ട് ഒരു പേടിയുണ്ടായിരിക്കും. കാരണം ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു രചന എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് അതിലേക്ക് മാറ്റി ആ ഒരു വിഭാഗത്തിൽ കഥ എഴുതാണെങ്കിൽ ശരിയാവൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ അക്സെപ്റ്റ് ചെയ്യൂ, വായനക്കാരെ എനിക്ക് നേടാൻ കഴിയുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ഉള്ളിലോട്ട് വരാം. ആക്ച്വലി നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് മാറി വേറൊരു വിഭാഗത്തിൽ കഥ എഴുതുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരികയാണ്. കാരണം നിങ്ങളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗം എന്നുള്ളത് നിങ്ങളുടെ കംഫർട്ട് സോണാണ്. കാരണം നിങ്ങൾക്ക് അറിയാം അതിലെങ്ങനെയാണ് കഥ എഴുതേണ്ടത്, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, ആ കഥയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ആ രീതിയിലാവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ചലഞ്ച് പോലെ ചെയ്യാം. ഞാൻ വേറൊരു വിഭാഗത്തിൽ കഥ എഴുതാണ്. അപ്പോഴാണ് നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ തന്നെ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ കൂടുതൽ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത വേറൊരു വിഭാഗത്തിൽ നമ്മൾ കഥ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ കുറച്ച് ഇമോഷൻസ്, അല്ലെങ്കിൽ കുറേ പുതിയ പുതിയ ഒരു ജീവിതാനുഭവങ്ങൾ കടന്നു വരികയാണ്. അതായത് എനിക്ക് അങ്ങനെ നടന്നിട്ടില്ല, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു കഥ എഴുതിയാലോ, അങ്ങനെ നമുക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നിങ്ങളൊരു വളർച്ച, നിങ്ങളുടെ രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നത്. ഇത് നിങ്ങളുടെ സൃഷ്ടിപരമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ചിലവർക്ക് തോന്നുന്നുണ്ടാവും, ഇല്ല എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള കഥ എഴുതാൻ അറിയില്ല, എനിക്ക് എപ്പോഴും മിസ്റ്ററി ആ ഒരു രീതിയിലുള്ള കഥ എഴുതാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ള ചിന്തയുള്ളവർ ഉണ്ടായിരിക്കാം. പക്ഷെ അവര് കുടുംബപരമായിട്ടുള്ള കഥ എഴുതാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയും എഴുതാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവ് സ്വന്തമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ രീതിയിൽ എഴുത്തിനെ കാണാൻ തുടങ്ങും. ഇതന്നെ നിങ്ങൾക്ക് പുതുമ ഉണ്ടാക്കും. ഇതോടുകൂടി ഇങ്ങനെ നമ്മൾ പുതുമയുള്ള രീതിയിൽ എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് എഴുത്തിൽ നാം എപ്പോഴും ഒരേ ആശയം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. കാരണം നമ്മുടെ ബ്രെയിൻ അറിയാം, അതായത് ഈ വികാരങ്ങളും ഓർമ്മകളും ഈ അനുഭവം ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ മുമ്പ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാം ഇനി ഇതുപോലെ തന്നെ ഒരു പാറ്റേണിൽ തന്നെ കഥ എഴുതാണെങ്കിൽ എനിക്കറിയാം അത് എങ്ങനെ കൊണ്ടുപോകണം, അത് എങ്ങനെ അവസാനിപ്പിക്കണം, എങ്ങനെ തുടങ്ങണം, അങ്ങനെ എനിക്കൊരു മൊത്തത്തിലൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള ആശയങ്ങള് നമുക്ക് സ്വന്തമായിട്ട് തന്നെ സുരക്ഷിതമായിട്ട് നമുക്ക് തോന്നുകയാണ്. അതായത് എനിക്ക് എഴുതാൻ എളുപ്പമാണ്, എനിക്ക് എന്തായാലും വായനക്കാര് കിട്ടും, അതുപോലെ തന്നെ എനിക്കിത് എഴുതാനും എളുപ്പമാണ്, പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അടുത്തടുത്ത ഭാഗങ്ങൾ എഴുതി തീർക്കാൻ പറ്റും, പിന്നെ എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ല, കാരണം എനിക്കിത് അറിയാവുന്ന കാര്യമാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്യാണ്. വേറൊരു വിഭാഗത്തിൽ നമ്മൾ രചന എഴുതി തുടങ്ങുമ്പോൾ വേഗം അയ്യോ എനിക്കിത് പറ്റത്തില്ല, ഞാൻ വീണ്ടും മറ്റേതിൽ എഴുതുന്നത് തന്നെയാണ് എനിക്ക് നല്ലതെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്നത്. ഇപ്പൊ നമ്മൾ സിനിമകളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇംതിയാസ് അലി എന്നുള്ള ഒരു ഡയറക്ടർ ഉണ്ട്, ബോളിവുഡിലെ രചയിതാവാണ്. അദ്ദേഹത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ജബ് വി മെറ്റ് എന്നുള്ള സിനിമ ചിലരെങ്കിലും കണ്ടിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ മൂവി അങ്ങനെ അദ്ദേഹത്തിന്റെ മൂവി പാറ്റേൺസ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ആകാംക്ഷ അല്ലെങ്കിൽ യാത്ര, സ്വയം കണ്ടെത്തലുകൾ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു എല്ലാത്തിലും ഒരേ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അദ്ദേഹം അമർ സിംഗ് ചങ്കില എന്നുള്ള പുതിയൊരു രചന, ഒരു ഇതിൽ കൂടെ വീണ്ടും ഒരു പുതുമ സൃഷ്ടിച്ചേക്കാണ് ഇപ്പോൾ. അത് തന്നെ നമ്മൾ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ അതൊരു നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അത് വളരെയധികം ഓഡിയൻസിന് തന്നെ അതൊരു ക്യൂരിയോസിറ്റി ഉണർത്തിയേ. ഇംതിയാസ് അലി ഇങ്ങനെ സാർ ഇങ്ങനെയൊക്കെ എഴുതോ, അങ്ങനത്തെ ഒരു ചിന്ത ഉണർത്തും. ഇനി അതുപോലെ നമുക്ക് നോക്കാം, ദിൽവാലെ ദുൽഹനിയയിലെ ജായെങ്കെ, കുച്ച് കുച്ച് ഹോത്താ ഹേ, അങ്ങനത്തെ എല്ലാ സിനിമകളും എല്ലാത്തിലും ഒരേ ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നായികി നായകന് കണ്ടുമുട്ടും, പിന്നെ അവര് വേർപിരിയും, പിന്നെ വീണ്ടും കൂടിച്ചേരും. ഇപ്പൊ നമ്മള് അതുപോലെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ജഗദീഷ് സാറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യകാലങ്ങളിലൊക്കെ കോമഡി ക്യാരക്ടറുകളായിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ക്യാരക്ടറിന് പ്രാധാന്യമുള്ള ഇതുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതന്നെ ഒരു പുതിയ മാറ്റാണ്. അത് ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തി വേറൊരു വിഭാഗത്തിലേക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വായനക്കാർക്ക് കൂടുതൽ ഓ ഈ രചയിതാവിൻ്റെ ആണോ എന്നാ എന്തായാലും വായിക്കണല്ലോ, അങ്ങനെ ഒരു ചിന്തയായിരിക്കും ഉണ്ടാകുക. ഇനി പരിചിതമായിട്ടുള്ള ഇത്തരം ഫോർമുലകൾ സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ട് നല്ലതായി തോന്നും നമുക്ക്. പക്ഷെ അത് കുറെ നാൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഓ ഈ കഥയിൽ ഇങ്ങനെയാ ഉണ്ടാവുക, ഈ രചയിതാവ് ഇപ്പൊ നിങ്ങൾ തന്നെ സ്ഥിരമായിട്ട് ഒരു കുടുംബപരമായിട്ടുള്ള ഒരു കഥ, ആ കുടുംബം എന്നുള്ള ഒരു വിഭാഗത്തിൽ കഥ ഇരുന്ന ആളാണെങ്കിൽ ഓ ഈ രചയിതാവല്ലേ, ഈ രചയിതാവിന്റെ കഥയിൽ ആദ്യം ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അങ്ങനെ നമുക്ക് ഒരു വായനക്കാരന് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ കഴിയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി എന്തെന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വായനക്കാരൻ്റെ അടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പുതിയ ഒരു വിഭാഗങ്ങളിൽ എഴുതി നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക. ഇനി പരിചിതമായിട്ടുള്ള കുടുങ്ങിക്കിടക്കുന്നതിന്റെ സൃഷ്ടിപരമായിട്ടുള്ള റിസ്കുകൾ എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എഴുത്ത് എന്താണെന്നും, അതായത് ഈ കഥയിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ എല്ലാ വായനക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയും. ഒന്നും പുതുമയുള്ളതോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് വേണ്ട നമ്മൾ കഥയാവുമ്പോൾ വായിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ട്വിസ്റ്റ് ഇല്ലാതാകുമ്പോൾ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വായനക്കാർക്ക് ബോറടിക്കാൻ തോന്നും. ഓ ഈ രചയിതാവിന്റെ എല്ലാ രചനയിലും ഒരേപോലെയാണ്, അങ്ങനെ ഒരു ചിന്ത വരും. പിന്നെ ഒരേ വികാരങ്ങൾ, ഒരേ കഥ വ്യതിയാനങ്ങൾ വരികയാണ്, ഒരേ ശൈലി, അതൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബോറടിക്കാനായിട്ട് കാരണം. അതുപോലെ തന്നെ ഇനി വളർച്ചയുടെ പിറകിലെ മനഃശാസ്ത്രം എന്താന്ന് നോക്കാം. ലിമിനൽ ഡിസ്കംഫേർട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യാന്ന് വിചാരിക്കാം. ആ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഡിസ്കംഫേർട്ട്, ഒരു അസൗകര്യം വരിക. ഓ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്ക് ആ മറ്റേ രീതിയിൽ എഴുതുന്നത് തന്നെയാണ് നല്ലത്, അതിലാവുമ്പോൾ എനിക്ക് കൂടുതൽ എഴുതാൻ പറ്റും, ഇതെനിക്ക് പുതിയതാണ്, അപ്പൊ എനിക്ക് അറിയില്ല ഇതെങ്ങനെ എഴുതണ്ടേന്നുള്ള അങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരികയാണ്. പക്ഷെ അത് അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ബ്രെയിൻ പറയാണ് ഇതെനിക്ക് പരിചയമുള്ളതല്ല, ഇതെനിക്ക് എഴുതാൻ കഴിയില്ല. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പുതിയൊരു കാര്യം അവിടെ പഠിക്കുകയാണ്. ഈ അസൗകര്യമാണ് നിങ്ങളെ പുതിയ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ പലരും ആ ഒരു അസൗകര്യം വരുമ്പോൾ തന്നെ വീണ്ടും പഴയതിലേക്ക് മടങ്ങി പോവാറുള്ളതാണ് പതിവ്. ഇതുകൊണ്ട് തന്നെ അവര് രചയിതാവ് എന്നുള്ള രീതിയിൽ അവരുടെ വളർച്ച സംഭവിക്കുന്നില്ല. അവര് സ്ഥിരം ഒരേ വിഭാഗത്തിൽ തന്നെ എഴുതുകയും അതുപോലെ തന്നെ വായനക്കാർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മടുപ്പ് അനുഭവിക്കുന്ന രീതിയിൽ അവരുടെ രചന മാറുകയും ചെയ്യാണ്. ഇനി ഈ അസൗകര്യത്തെ നിങ്ങളുടെ ഈ ഡിസ്കംഫർട്ടിന്, അതായത് പുതിയൊരു വിഭാഗത്തിൽ എഴുതുന്നതിലൂടെ ഉണ്ടാകുന്ന ഈ അസൗകര്യത്തിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എഴുത്തിനെ എങ്ങനെയൊക്കെ സഹായിക്കും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പുതിയൊരു വിഭാഗത്തിൽ കഥ എഴുതി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാൻ തുടങ്ങും. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള പാതകൾ നിങ്ങൾ നോക്കി തുടങ്ങും. എങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാം, ഈ ഒരു പുതിയൊരു ഒരു ത്രില്ലർ എന്നുള്ള ഒരു ജേണറിൽ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കഥയിൽ കൊണ്ടുവരണം, അങ്ങനെ നിങ്ങൾ പല രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യം വരികയാണ്.
കുറച്ചുകൂടി ഉള്ളിലെ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ധൈര്യം കൂടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ തന്നെ പുതുമയുള്ളതും അതുപോലെ തന്നെ ഇതുവരെ ഈ രചയിതാവ് ഇങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, ഇത് പുതിയ ഒരു കാര്യമാണല്ലോ എന്നുള്ളൊരു ചിന്ത വരും നിങ്ങൾ പുതിയ ഇതിൽ എഴുതി തുടങ്ങുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ പുതുമയുള്ളതും ശക്തമായിട്ടുള്ളതും മാത്രമല്ല നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി നിറഞ്ഞതുള്ള ഒരു കഥയായി മാറും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു അസൗകര്യം വരുമ്പോൾ തന്നെ അത് ഒഴിവാക്കാതെ ആ സൗകര്യത്തിനെ അക്സെപ്റ്റ് ചെയ്ത് സ്വയം വളരാനായിട്ട് ശ്രമിക്കുക. ഇനി ഇങ്ങനെ ക്രിയേറ്റിവിറ്റി കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഡെയിലി ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിലുള്ള ഒരു അഭ്യാസം നമുക്ക് നോക്കാം. ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീ റൈറ്റിംഗ് ചാലഞ്ച് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൊടുക്കുക. അതായത് സാധാരണയായിട്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഒരു റൊമാൻറ്റിക് സ്റ്റോറീസ് മാത്രം എഴുതുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എഴുതാൻ കഴിയില്ലെന്ന് ഞാൻ സ്വന്തമായി വിചാരിക്കുന്ന ഒരു വിഷയം ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. മേ ബി ത്രില്ലർ ആയിരിക്കാം. അപ്പോൾ എനിക്കത് പറ്റത്തില്ല എന്ന് എൻ്റെ മനസ്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു വിഭാഗം വേണം, അല്ലെങ്കിൽ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വികാരം, അങ്ങനത്തെ ഒരു ഇതായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക ടൈമർ. എന്നിട്ട് ആ 10 മിനിറ്റിൽ എനിക്ക് എങ്ങനെയൊക്കെ ആ കഥ എഴുതാൻ പറ്റുന്നോ അതുപോലെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അതിൽ ഒരിക്കലും എഡിറ്റിങ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ വെട്ടി ഓ ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണോ കടന്നു വരുന്നത് ആ രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുക. അതുപോലെ അയ്യോ ഇത് ശരിയാവില്ല, ഇങ്ങനെ ഞാൻ എഴുതിയ എൻ്റെ ഓഡിയൻസ് എന്ത് വിചാരിക്കുക, അയ്യോ ഞാൻ ഇങ്ങനെ എഴുതിയ ശരിയാവില്ല, ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് അത് ഇഷ്ടപ്പെടില്ല, അങ്ങനെ സ്വയമായിട്ട് വിധിക്കാതിരിക്കുക. ജഡ്ജ്മെന്റ് ഒഴിവാക്കുക, സ്വന്തമായിട്ട് ജഡ്ജ്മെന്റിലാവാതിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ നല്ലത് മാത്രമേ ഞാൻ എഴുതുള്ളൂ. എൻ്റെ ഒരു വരി എഴുതുമ്പോഴും അയ്യോ എനിക്ക് ഇത് നല്ലതല്ല അപ്പൊ ഞാൻ വെട്ടിക്കളയാം, അങ്ങനെയല്ല. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് നിർത്തണം തോന്നുന്നത് ആ നിമിഷം ഒരു 30 സെക്കൻഡ് കൂടുതൽ എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഈ 10 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 10 മിനിറ്റ് എഴുതി കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്യാതെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ എഴുതാൻ തോന്നുമെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തിരിച്ചറിവ് വരികയാണ്, ഓ എനിക്ക് ഈ ഒരു വിഭാഗത്തിൽ എഴുതാൻ കഴിയും എന്നുള്ള രീതിയിൽ. ഇനി എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ നോട്ട്ബുക്ക് അടയ്ക്കുക. ഇത് അടുത്ത ദിവസം മാത്രമായിട്ട് വായിക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ ഇടവേള എടുക്കാണ്, പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ഫലവത്താവുന്നു അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ്സ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മുടെ ബ്രെയിൻ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യണം ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് സ്വാഭാവികമായിട്ട് വളരാനുള്ളൊരു സാധ്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിന് ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ബ്രെയിനിൽ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുക. ഇതിനെ ബ്രെയിൻ ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കും. ഇനി അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഭ്യാസം നിങ്ങളതിനെ പരിചിതമായിട്ടുള്ള പാറ്റേണുകൾ, നിങ്ങളുടെ സ്ഥിരം ഓരോ പാറ്റേണുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ കഥയിൽ ആദ്യം നായകനും കൂടി ഒന്ന് ചേരുന്നതായിരിക്കാം, പിന്നെ അവർ വഴക്ക് കൂടുന്നതായിരിക്കാം, പിന്നെ അവർ വീണ്ടും ഒന്നിക്കുന്നതായിരിക്കാം. അങ്ങനെ ഓഡിയൻസിന് എപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറ്റി നിർത്തി നിങ്ങൾക്ക് പുതിയൊരു പാറ്റേണിൽ കഥ എഴുതാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പുതിയ പുതിയ വികാര മേഖലകൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സഹായിക്കും. ഇങ്ങനെ നിങ്ങൾ ഇതിലൂടെ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. കാരണം ഒരേ ആശയം തന്നെ നിങ്ങൾക്ക് പല പല രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ചിന്തയിൽ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഥാപാത്രങ്ങൾ കൂടുതൽ നമുക്ക് നല്ലോണം നമ്മളുടെ ഓഡിയൻസിന് വായിക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവരായി മാറും. അതുപോലെ തന്നെ മനുഷ്യ സഹജമായിട്ട് മാറുക, ഒരു സ്വാഭാവികത കൈവരും നിങ്ങളുടെ രചനയിൽ. കാരണം നിങ്ങൾ അത്രത്തോളം ചിന്തിച്ച് ഇങ്ങനെ ഭാവനകളൊക്കെ ഉണർന്ന് ആയിരിക്കും നിങ്ങൾ ആ രചന ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി
അടുത്തതായി നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ പ്ലോട്ടുകളിലാണ് നിങ്ങൾ ഈ രചനകൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വായനക്കാർക്കും അത് ഒരുപോലെ പ്രിയപ്പെട്ടതാകും. കാരണം ഈ രചയിതാവ് ഇങ്ങനത്തെ ഒരു മേഖലയിൽ എഴുതില്ല എന്നുള്ളൊരു മുൻ ധാരണ, ഒരു ഒരു ജഡ്ജ്മെന്റ് കൊണ്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരു ഇങ്ങനത്തെ ഒന്നും എഴുതില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു രചയിതാവിൽ നിന്ന് പുതുമയുള്ള ഒരു പ്ലോട്ട് കിട്ടുമ്പോൾ വായനക്കാർക്ക് അത് ഒരുപോലെ പ്രിയപ്പെട്ടതായി മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ രചനകളെല്ലാം പുതുമയുള്ളതായിരിക്കും. നിങ്ങൾ കൂടുതൽ കൂടുതൽ ഏഹ്, വിഭാഗങ്ങൾ എഴുതും തോറും നിങ്ങളുടെ ഒരു ലിമിറ്റിൽ നിന്ന് മാറി, നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നിങ്ങൾ എഴുതാനായിട്ട് പഠിക്കും. ഇനി അടുത്ത എക്സസൈസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതാനെടുക്കുന്ന ഒരു ചെറിയ രംഗം, അല്ലെങ്കിൽ എഴുതിയതോ എഴുതാനെടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു രംഗം തിരഞ്ഞെടുക്കുക. അത് ബിരുദമായിട്ടുള്ള, ഇപ്പൊ നമ്മള് ആ ഒരു സീൻ എന്ന് പറയുന്നത് ഒരു വിഷമകരമായിട്ടുള്ള സീനാണ്. ചിലപ്പോൾ നായകന് പിരിയുന്നതായിരിക്കാം. അപ്പൊ അത് ഭയങ്കര സെന്റിമെന്റൽ സീനായിരിക്കും. പക്ഷെ നിങ്ങളത് എങ്ങനെ നിങ്ങൾ തമാശ രൂപത്തിലായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോ അത് പ്രണയമുള്ളതാണെങ്കിൽ ചിലപ്പോൾ അതൊരു വഴക്കിൽ ഉള്ള സീനാക്കി മാറ്റാൻ നമുക്ക് നോക്കാം. അതുപോലെ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ എങ്ങനെ അത് ടെൻഷനുള്ള സീനാക്കി മാറ്റാൻ നമ്മൾ ചിന്തിക്കാം. ഇങ്ങനെ 10 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ തന്നെ അത് മാറ്റി എഴുതാൻ ശ്രമിക്കും തോറും നമ്മുടെ ബ്രെയിൻ അവിടെ വർക്കാവാണ്. ഓ, ഇങ്ങനെയും എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ തന്നെ വളരും. അപ്പോൾ നമ്മുടെ ബ്രെയിന് ആ ഒരേ ആശയത്തിന് തന്നെ പല രീതിയിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ പതിവായിട്ട് പിന്തുടരുന്ന പല ഒരു എഴുത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. അത് മാറ്റി നിർത്തി നിങ്ങൾക്ക് പുതുമയുള്ള രീതിയിൽ എങ്ങനെ എഴുതാൻ കഴിയും രീതിയിലേക്ക് നിങ്ങളെ വളർത്തും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ ഇല്ല എന്ന് വിചാരിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെയൊന്നും എഴുതാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ പോലും നിങ്ങൾക്ക് മാറ്റി എഴുതാൻ കഴിയുന്നത്, അതായത് എനിക്ക് തമാശ രീതിയിലൊന്നും എഴുതാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പലര് പോലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെയോ മനസ്സിലാക്കുക, എനിക്ക് തമാശയൊക്കെ രീതിയിലൊക്കെ സീനൊക്കെ എഴുതാൻ കഴിയും, എനിക്ക് അങ്ങനെയും എഴുതാൻ കഴിയും എന്നുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു ശേഷി നമ്മൾ അപ്പോഴായിരിക്കും കണ്ടെത്തുക. ഇനി ഇത്തരത്തിലാണ് നമ്മൾ സ്വന്തമായിട്ട് സൃഷ്ടിപരമായിട്ടുള്ള ഒരു അഡാപ്റ്റബിലിറ്റി, അതായത് മാറ്റി എഴുതാനുള്ള, അല്ലെങ്കിൽ ഒരു സീനെ തന്നെ എങ്ങനെ പല രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു നിമിഷം തന്നെയായിരിക്കും, ഒരു ചെറിയ സീനായിരിക്കും, അതിനെ നമ്മൾ 10-20 രീതിയിൽ തന്നെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതിന്റെ വ്യത്യസ്ത സാധ്യതകൾ നമ്മൾ പഠിക്കുകയാണ് അതിലൂടെ. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ് ആയിട്ടുള്ള, നമ്മൾ ഇത്ര നാളെ എഴുതിക്കൊണ്ടിരുന്ന അതേ ആശയങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പുതിയ ആശയങ്ങളിലേക്ക് നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു അസൗകര്യം പോലെ തോന്നുന്നു, എനിക്ക് പറ്റില്ല എന്തുകൊണ്ടാണ് തോന്നുന്നത്, അത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഇത്തരം ഒരു നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ഗുണങ്ങളാണ്, അത് എങ്ങനെയാണ് സൃഷ്ടിപരമായിട്ട് ഒരു വളർച്ചയിലേക്ക് എന്നെ നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ പുതിയൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കും തോറും നമുക്ക് കൂടുതൽ ബ്രെയിൻ വിശാലമായി മാറുകയും നമുക്ക് പുതിയ പുതിയ രീതിയിൽ ചിന്തിക്കാനും പുതിയ വിഭാഗങ്ങളിൽ കഥ എഴുതാനും നമ്മളെ സഹായിക്കും. ഇങ്ങനെ അടുത്തായിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഇന്നത്തോടുകൂടി ഈ സെഷൻസ് അവസാനിക്കുകയാണ്. നാളെ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു സെഷൻ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ്. ഇന്നത്തോടുകൂടി ഈ സെഷൻ കഴിയുന്നതോടൊപ്പം തന്നെ പ്രതിലിപി ക്രിയേറ്റീവ്സ് ചലഞ്ച് അടുത്ത ആഴ്ച അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് തുടങ്ങുന്നതാണ്. അപ്പൊ നിങ്ങൾ പുതിയ പുതിയ രീതിയിൽ എങ്ങനെ എനിക്ക് പല പല രീതിയിൽ വിഭാഗങ്ങളിൽ എഴുതി കൂടുതൽ നല്ലൊരു രചയിതാവായി മാറാൻ കഴിയുമെന്ന് സ്വയം പരിശോധിക്കാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു മികച്ച രചയിതാവായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്തതിനാൽ ഞങ്ങൾ ഞങ്ങളുമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ്. നിമിഷ ധനീഷാണ് ആദ്യത്തെ സംശയം. നിമിഷ. ഹലോ, കേക്കാമോ?
ഹായ്, കേൾക്കാം. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ തീർന്നു. ഉം. ഞങ്ങൾക്ക് അപ്പൊ സന്തോഷം. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ സമയം ഒരു രണ്ട് മൂന്ന് കഥയൊക്കെ എഴുതാനായിട്ട് ഉള്ള ഒരു ഇതെങ്ങനെ കിട്ടും? ഒരു മൂന്ന് ജോണറിലാന്ന് വിചാരിക്കാം, മൂന്ന് ഉം. കഥകളും. ഉം. അപ്പൊ ഒരേ സമയം തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് അതിന്റെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമോ? ഇപ്പോ ഇപ്പൊ നിമിഷ അങ്ങനെ മൂന്ന് ജനറൽ എഴുതാൻ പോവുകയാണെങ്കിൽ നിമിഷ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ടൈമർ വെക്കണം എന്നില്ല. ആദ്യം നമുക്ക് ടൈമർ വെച്ചുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ ഞാൻ ഈ രചനയ്ക്ക് വേണ്ടിയോ മാറ്റി വെക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂന്ന് മൂന്ന് ഇപ്പൊ ഞാൻ 9 മണി തൊട്ട് 11 മണി വരെ ആണ് ഞാൻ രചനകൾക്കായിട്ട് മാറ്റി വെക്കുക എന്നതിന് പകരമായിട്ട് രാവിലെ ഒരു 8 തൊട്ട് 9 വരെ ഞാൻ ഈ കഥയ്ക്ക് വേണ്ടി എഴുതാം. അടുത്തതായിട്ട് ഉച്ചയ്ക്ക് ആയിരിക്കാം. ഒരു എപ്പോഴാണോ താങ്കൾക്ക് ഫ്രീ ആയിട്ടുള്ളത് ആ ടൈമിൽ ഞാൻ ഈ രചനയ്ക്ക് വേണ്ടി മാറ്റി വെക്കാം. ആ രീതിയിൽ. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കഥ എന്താണെന്നുള്ള കഥയുടെ പ്ലോട്ടും കഥ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും കഥാപാത്രങ്ങളുടെ പേരുകളും ഹീറോയിന്റെയും എല്ലാവരുടെയും പേരുകൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. അപ്പൊ പിന്നീട് കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ പിന്നെ മാഡം, താങ്ക് യു. താങ്ക് യു. അടുത്തതായി രഞ്ജിത്ത്. സംഗീത. ഹലോ, കേക്കാവോ? കേൾക്കും. ഞാൻ പ്രതിലിപിയിലെ ഒരു ബിഗിനർ ആണ്. അപ്പം നമുക്ക് പറഞ്ഞല്ലോ, ഈ നമുക്ക് റേറ്റിംഗോ റിവ്യൂ എൻ്റെ വളരെ കുറവാ. ഞാൻ ഇപ്പൊ എഴുതുന്ന കഥയുടെ ഒരു 60 എപ്പിസോഡെങ്കിലും ആയി കാണും. മൊത്തം വായനക്കാർ ഒരു 1400 പേരുണ്ട്. പക്ഷെ റേറ്റിംഗും റിവ്യൂവും കുറവാണ്. ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ്സിന് കയറിയപ്പോഴും ഒരുപാട് പേർക്ക് അത് പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും വലുതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇപ്പൊ നമ്മൾ എഴുതുന്ന കഥ ഓക്കെ ആണോ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അത് അക്സെപ്റ്റഡ് ആണോ, അതൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് എഴുതുന്നതിനോടുള്ള താല്പര്യം കുറഞ്ഞു. അപ്പം ഈ റേറ്റിംഗ് റിവ്യൂവും എങ്ങനെ അത് പ്രൊസീഡ് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പങ്കുവച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാം. കാരണം ഇപ്പോൾ റേറ്റിംഗും റിവ്യൂ വരുമ്പോൾ സംഗീതം അത് പേഴ്സണൽ ആയിട്ട് എടുക്കാതിരിക്കുക. എന്നെ എന്നെ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതിന് പകരം സംഗീതം എഴുതിയിരിക്കുന്ന ഒരു കഥയിലെ കഥാപാത്രത്തിനെയോ അല്ലെങ്കിൽ കഥയുടെ പുരോഗമനത്തെയോ ആയിരിക്കും ആ വായനക്കാരൻ അവിടെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓക്കെ. അപ്പോ ഒരു ഒരു നെഗറ്റീവായിട്ട് അത് കാണാതെ ഇതിന് പകരം ഈ വായനക്കാർക്ക് ഇങ്ങനത്തെ ഒരു പ്ലോട്ടാണ് അപ്പൊ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു രീതിയിൽ കഥ പോകുന്നതാണ് താല്പര്യപ്പെടുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക. ആ രീതിയിൽ തനിക്ക് ഇപ്പൊ സംഗീത ഒരു കഥ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പുരോഗമനങ്ങൾ കൊണ്ടുവരും തോറും സംഗീതയ്ക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയൊക്കെ പോയാലാണ് വായനക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ഒരു പോസിറ്റീവ് രീതിയിലേക്ക് ഈ റിവ്യൂസും അതുപോലെ റേറ്റിംഗും എല്ലാം മാറ്റാൻ കഴിയുന്നതാണ്. ആദ്യം റേറ്റിംഗും റിവ്യൂ ഒന്നും ലഭിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ കുറവാണെന്നോ അല്ലെങ്കിൽ അത് മോശമായിട്ട് വരുന്നെന്നോ ഒന്നും വിചാരിച്ച് തളരരുത്. നമ്മൾ ഇന്ന് തന്നെ കുറേ അധികം എക്സാമ്പിൾസ് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ തോൽക്കും തോറും അതൊരു ചവിട്ടുപടിയായിട്ട് മാത്രം കാണും. നമ്മൾ സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് വെറും ഒരു തുടക്കം മാത്രമായിട്ട് കാണാം. അപ്പൊ എല്ലാ ഓക്കെ, ഓക്കെ. ആശംസകളും താങ്ക് യു. നേരാണ്. താങ്ക് യു. ഇനി അടുത്തതായിട്ട് രഞ്ജിത്ത് നടവയൽ. Madam, can you hear me? Hello. കേൾക്കാം. മാഡം, പ്രതിലിപിയിൽ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പം പുതിയ ഏതെങ്കിലും കോമ്പറ്റീഷൻ വരുന്നുണ്ടോ? ഇപ്പോൾ പ്രതിഭാ പുരസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിലവില്. ആ, ഇനി ആ, ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം പ്രതിലിപി ക്രിയേറ്റേഴ്സ് ചലഞ്ചും ആരംഭിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് പങ്കുവച്ചിട്ടില്ല. പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഓക്കെ. അറിയാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇപ്പൊ നിലവിൽ നടക്കുന്ന മത്സരങ്ങൾ അറിയാൻ വേണ്ടി എഴുതൂ എന്നതിൽ പോയതിനു ശേഷം അതിൽ മത്സരങ്ങൾ എന്നുള്ളൊരു വിഭാഗം കാണാൻ കഴിയുന്നതാണ്. അതിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റീഷൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി അജിത് കല്ലൂര്.
ഹലോ ഹലോ. ഹലോ മേഡം കേൾക്കാമോ? ആ കേൾക്കാം. മേഡം നമസ്കാരം. ആദ്യം തന്നെ ഈ പ്രതിലിപി മലയാളം ടീമിന് ഒരു നന്ദി അറിയിക്കുകയാണ്, ഇങ്ങനെ ഒരു സെഷൻ ഏർപ്പെടുത്തിയതിൽ തന്നെ. ഇത് വളരെ പ്രയോജനകരമായ ഒരു സെഷനാണ്. മേഡം, ഞങ്ങൾ എന്റെ ഒരു സംശയം, ഞാൻ ഇതില് പ്രതിലിപിയിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഏതാണ്ട് 8-9 മാസമായിട്ട് ഞാൻ മറ്റൊരു കഥയിലേക്ക് കടന്നുകൊണ്ട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടൊരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇതില് പ്രതിലിപിയിൽ എഴുതിയത് നിർത്തിവെച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു തുടർക്കഥ എഴുതി പകുതിയിൽ നിർത്തി വെച്ചേക്കുവാണത്. ഇപ്പൊ 9 മാസത്തോളമായി അത് നിർത്തി വെച്ചിട്ട്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് എനിക്ക് ഇനി എഴുതി തുടങ്ങാവോ? അജിത് കല്ലൂരൻ, താങ്കൾക്ക് എപ്പോ വേണമെങ്കിലും താങ്കളുടെ രചനകൾ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ ഇതുപോലെ ഗ്യാപ്പ് വരുമ്പോൾ താങ്കളുടെ ഫോളോവേഴ്സിന് അതുപോലെ തന്നെ വായനക്കാർക്ക് ഒരു അപ്രിയ ഉണ്ടാകും. അതായത് ഹലോ, പകുതിയിൽ നിർത്തിയത് കൊണ്ടല്ലേ? അതായത് ഈ എന്താ അടുത്ത ഭാഗം എന്നല്ല, ഇപ്പോ ഞാൻ ഇന്നൊരു ഭാഗം വായിക്കുകയാണെങ്കിൽ എനിക്ക് അതിന്റെ അടുത്ത ഭാഗം അറിയാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ അന്ന് തന്നെ അറിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അടുത്ത ദിവസത്തിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇത്രയധികം ഗ്യാപ്പ് വരുമ്പോൾ മേ ബി ഞാൻ ആ കഥയെ കുറിച്ച് തന്നെ കഥാപാത്രങ്ങളെ മറന്നു പോകാനും അതുപോലെ തന്നെ ആ കഥയിലുള്ള താല്പര്യം കുറയാനും കാരണം. അതുകൊണ്ട് തുടർച്ചയായിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. സംശയം ഞാൻ ക്ലിയർ ചെയ്തെന്ന് കരുതുന്നു. ഇനി വൃന്ദ വിനോദ്, സോറി, വിവിയാന ജോൺ. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം. മാം, എനിക്ക് ഇത് എന്തോ ഒരു സംശയം എന്ന് പറയുന്നത്, നമുക്കിപ്പോ റേറ്റിംഗും റിവ്യൂ ഉണ്ടല്ലോ കഥയ്ക്ക്. അപ്പൊ ഈ റേറ്റിംഗ് മാത്രം പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഏത് കഥയ്ക്കാണ് കിട്ടുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ റേറ്റിംഗ് ആരാ ഇടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊന്നും അറിയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പോ നിലവില് റേറ്റിംഗ് മറ്റുള്ളവരുടെ ഇപ്പോ നമ്മള് ആ വായനക്കാരൻ റിവ്യൂവിന്റെ റേറ്റിംഗിനോടൊപ്പം റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് എഴുത്തുകാരനെ കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇത് അല്ലെങ്കിൽ ഞാനിപ്പോ റേറ്റിംഗ് മാത്രമാണ് ഇടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വായനക്കാരനെ അത് കാണാൻ സാധിക്കില്ല. ഇത് വായനക്കാരന്റെ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ നമുക്ക് തന്നെ അറിയില്ലല്ലോ മാം, ഏത് കഥയ്ക്കാണ് നമുക്ക് റേറ്റിംഗ് കിട്ടുന്നത്. താങ്കൾക്ക് റേറ്റിംഗ് കിട്ടുന്നതനുസരിച്ചിട്ട് വായിക്കാതെ പോലും 1 സ്റ്റാർ ഇട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത് ആരാ ഇട്ടെന്ന് പോലും നമുക്കറിയാൻ വയ്യാതെ ഒരു പ്രാവശ്യം എന്റെ 60 റേറ്റിംഗ് വന്നു. എനിക്ക് നോക്കിയപ്പോ എന്റെ 4 തുടർക്കഥയ്ക്ക് ഒറ്റ ട്രിപ്പിൽ 5 സ്റ്റാർ കടന്നത് 4.6 സ്റ്റാർ ആയി മാറി. അതെന്ന് പറയുന്ന ഒരു ചെയ്തിട്ടുള്ളതല്ല 60 റേറ്റിംഗ് ഒരുമിച്ച് വന്നത്. അപ്പൊ ആരാ ചെയ്തതെന്ന് പോലും നമുക്കറിയില്ല. വായനക്കാരന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എഴുത്തുകാരനും ഇല്ല മാം കുറച്ചത്. ഞങ്ങള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റേറ്റിംഗ് കുറയ്ക്കുന്ന വ്യക്തികളെ കണ്ടുപിടിക്കാനുള്ള സിസ്റ്റം കൂടി ഞങ്ങൾക്ക് നിലവിലുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ ഞങ്ങൾ കണ്ടെത്തുകയും അവർക്ക് മുന്നറിയിപ്പുള്ള സന്ദേശങ്ങൾ നൽകുകയും അത് പിന്നെയും തുടരുകയാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു. അടുത്തതായി വിവിയാന, വൃന്ദ വിനോദ്. ഹലോ ഹലോ വൃന്ദ. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പ്രതിലിപിയിൽ എങ്ങനെ കവർ പിക്ക് ഇടാം ടീച്ചർ? കവർ ഇമേജ് ഇടാനായിട്ട് നിങ്ങൾ ഒരു രചന എഴുതൂ എന്നതിൽ പോയി പോസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൽ കവർ ഇമേജ് ചേർക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കാണാൻ കഴിയുന്നതാണ്. മറ്റു വിവരങ്ങൾ എന്നുള്ളതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ ഒന്നുകിൽ താങ്കൾക്ക് അതിൽ തന്നെ കുറച്ച് കവർ ഇമേജസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ താങ്കളുടെ ഫോണിലുള്ള അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജസ് താങ്കളുടെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്സിലിടാവല്ലോ. എന്താണ്? അടുത്ത പാർട്ടിലും ഇതേപോലെ ഇടുന്നത് കാണാമല്ലോ കവർ പിക്ചർ. ആദ്യത്തതില് സ്റ്റോറിയിൽ തന്നെ ഒരു കവർ പിക്ക് ഉണ്ട്, പക്ഷെ അടുത്ത പാർട്സിലും ഇടുന്നത് കാണാമല്ലോ. അതെങ്ങനെ ചെയ്യണത്? ഇപ്പൊ നിലവിൽ അങ്ങനെ ഇല്ല, പക്ഷെ അത് ഭാവിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോ നിലവിൽ.
ഓക്കെ, താങ്ക് യു. താങ്ക് യു. രജിഷ. രജിഷയുടെ സംശയത്തിലൂടെ ഇന്ന് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇന്നത്തെ സെഷനെ അവസാനിപ്പിക്കാമെന്ന് കരുതാണ്. രജിഷ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ ഒരു രചന എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവരിപ്പം മറ്റൊരു രചന നമ്മൾ അതിലുള്ള ഏതെങ്കിലും രചനകൾ വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായില്ല. താങ്കൾ ഒരു രചന എഴുതുന്നുണ്ട്. നമ്മളൊരു രചന എഴുതിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ വേറൊരാളുടെ രചന വായിക്കുകയാണെങ്കിൽ അവരുടെ രചനന്റെ മാനസരങ്ങളൊക്കെ നമ്മുടെ രചനയിലേക്ക് വരുമോ? അവരെ എഴുതുന്ന ഒരു ശൈലി ഇല്ല, നമ്മുടെയിലേക്ക് വരാൻ സാധ്യത ഉണ്ടാവുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോ താങ്കളൊരു രചന എഴുതാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഭാവനയും താങ്കളുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ താങ്കൾക്ക് ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ പഠിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറെ രചയിതാവിന്റെ രചന വായിക്കുന്നതിലൂടെ താങ്കളുടെ രചനയിൽ പ്രതിഫലിക്കുക താങ്കളുടെ അനുഭവങ്ങൾ, താങ്കളുടെ ക്രിയേറ്റിവിറ്റി, താങ്കളുടെ ചിന്തകൾ, അതെല്ലായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഫർസാന. ഹലോ. 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 ഞാനൊരു പുതിയ കഥ എഴുതുന്ന ഒരാളാണ്. അപ്പോ അത് ഒരു കുടുംബകഥയാണ് എഴുതുന്നത്. അതില് ആ കുടുംബകഥന്റെ അതേ പ്രാധാന്യം പ്രണയത്തിനും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അതില് അവതരിപ്പിച്ചിട്ടില്ല, പ്രണയം എന്നുള്ളത് അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ കഥക്ക് അത് എഫക്ട് ചെയ്യുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ചിലവർക്ക് കുടുംബപരമായിട്ടുള്ള കഥകൾ വായിക്കാനാവും ഇഷ്ടം ഉണ്ടാവുക. അതിൽ പ്രണയം ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അത് കഥയുടെ പോക്കനുസരിച്ചായിരിക്കും വായനക്കാരിലേക്ക് അത് എത്തുക. ഇപ്പോ ആ കഥയ്ക്ക് അതൊരു പ്രാധാന്യമുള്ള നമ്മൾ പ്രണയം നിർത്തണം എന്നാണോ പറയുന്നത്? ഇല്ല, അത് എപ്പോഴും കഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പൊ രജിഷ എഴുതുന്ന കഥയില് പ്രണയം ആണ് കഥയെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പ്രണയം വന്നതുകൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുന്നൊന്നും ഇല്ല. താങ്ക് യു മാം. താങ്ക് യു. ഈ സ്വപ്ന സഞ്ചാരി കൂടി സംസാരിച്ച ശേഷം നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. സ്വപ്ന സഞ്ചാരി. ഹലോ. ഹലോ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാണ്. അപ്പൊ നമ്മുടെ ഈ ടിവിയിൽ ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്നു നമ്മുടെ മറ്റുള്ളവരുടെ കഥകളെ കുറിച്ച് മോശമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു കഥയില് കഥ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ കഥ എഴുതുന്നു, ആ കഥ ഏത് രീതിയിൽ വേണം എന്നൊക്കെ ഉള്ള രചയിതാവിന്റെ സ്വാതന്ത്ര്യമല്ലേ അല്ലെ? അപ്പൊ അതിന് ആ കഥയെ മോശമാകുന്ന രീതിയിൽ മറ്റുള്ളവരോട് ആ കഥ വായിക്കുന്നവർക്ക് ബുദ്ധിയില്ലേ, അത് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നത് അത് തെറ്റായ പ്രവണതയല്ലേ? അതൊരു രചയിതാവ് ആവുമ്പോ അത് ഏറ്റവും കൂടുതൽ അയാൾ ചെയ്യുന്ന തെറ്റല്ലേ? ഇതെല്ലാം എല്ലാവർക്കും ഈ പ്രതിലിപിയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതാണ്. പക്ഷെ ഒരാളുടെ കഥ തെറ്റാന്ന് മറ്റുള്ളവരോട് പറയുകയും ആ കഥ അവരങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല, ആ കഥ അവർക്ക് വായിക്കുന്നവർക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റു വായനക്കാർക്ക് അത് വല്ലാതെ ഹേർട്ടാവുന്നു. അവരപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു, താൻ ഇത് കണ്ടില്ലേ, അത് വായിച്ചില്ലേ, തന്റെ ഈ കഥയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, അപ്പൊ തനിക്ക് അതൊന്നും ചെയ്യാനില്ലേന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് പ്രശ്നമല്ല. അവരിപ്പോ എന്റെ കഥയെ കുറിച്ച് ആരും എന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കുകയില്ല. ഞാൻ പറഞ്ഞ അവർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ മറ്റൊരാളാവുമ്പോ പുതിയൊരാൾ രചിതാവ് വരികയാണ്, അയാൾ കഥ എഴുതുന്നതാണ്. അപ്പൊ ആ കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം വന്നു കഴിയുമ്പോൾ പൊതുവെ അയാൾ മാനസികമായി ബുദ്ധിമുട്ടിയല്ലേ ആ ഒരു റിവ്യൂ കൊണ്ട്. താങ്കൾക്ക് അതൊരു മോശം കമന്റ് ആണ്, അതായത് മോശമായ ഭാഷയോ പ്രയോഗങ്ങളോ അതിലുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ആ ഒരു കമന്റില് അതേസമയം ഇപ്പൊ സ്വപ്ന സഞ്ചാരി മാം എഴുതുന്ന ഒരു രചനയാണ് ഞാൻ വായിക്കുകയാണ്. ഞാൻ വായിക്കുമ്പോൾ ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചില സമയങ്ങളിൽ റിവ്യൂസ് പോലും നോക്കാറില്ല. എനിക്ക് ആ കഥയുടെ പോക്കും ആ കഥയിലെ കഥാപാത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. മറ്റൊരു രചയിതാവ് ആ കഥയെ കുറിച്ച് ആ കഥ വായിക്കുന്നവർക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നോർമലായിട്ട് അത് ആ പോസ്റ്റ് കാണുന്നവരുടെ മാനസിക ബുദ്ധിമുട്ട് കൂടി ചിന്തിക്കണ്ടേ? അപ്പൊ ആ ഒരു രചയിതാവ് എന്ന നിലയിൽ അയാൾ ആ പറഞ്ഞത് വാക്ക് തെറ്റല്ലേ?
ശരിക്ക് പറഞ്ഞാൽ അതൊരു അഭിപ്രായം മാത്രമായിട്ട് താങ്കൾ കാണാൻ ശ്രമിക്കുക. അതായത് ഒരു വായനക്കാരൻ, ആ രചയിതാവ്, അതൊരു വലിയ രചയിതാവെന്ന് താങ്കൾ തന്നെ പറയുന്നു, ആ രചയിതാവ് താങ്കളുടെ രചന കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു എന്നതിനുള്ള തെളിവല്ലേ അത്. അപ്പോൾ അത് താങ്കളുടെ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ താങ്കളുടെ വിജയമായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ട് ഇത് കണ്ടെത്താതെ പകരം പോസിറ്റീവായിട്ട് ഇത് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോ ഈ ഇങ്ങനെ ഒരു റിവ്യൂ ഇട്ടു, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ അതിൽ എങ്ങനെ എനിക്കിത് മാറ്റം ചെയ്യാം, എൻ്റെ രചന എങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം. ശരിക്കും അത് ഇത് മുമ്പ് ഈ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഇത് പേഴ്സണൽ അറ്റാക്ക് ആണോ അതോ എൻ്റെ രചനയെ കുറിച്ചുള്ള വെറും ഒരു അഭിപ്രായം മാത്രമാണോ എന്ന് നോക്കുക. അത് മോശം അഭിപ്രായമാണെങ്കിൽ, അതായത് മോശമായിട്ടുള്ള ഭാഷയോ പ്രയോഗങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഞങ്ങളത് പരിശോധിച്ച ശേഷം നടപടി എടുക്കുന്നതാണ്. പക്ഷേ അതൊരു വെറുമൊരു അഭിപ്രായം മാത്രമാണെങ്കിൽ അത് ജസ്റ്റ് ഒരു വായനക്കാരന്റെ വെറുമൊരു അഭിപ്രായം മാത്രമായിട്ട് കാണാം. താങ്കളുടെ രചന ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. അപ്പൊ ഇഷ്ടപ്പെടാത്തവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ താങ്കളെ സ്നേഹിക്കുന്ന താങ്കളുടെ എല്ലാ രചനകളെയും തുടരെ തുടരെ വായിച്ചുകൊണ്ടിരിക്കുന്ന വായനക്കാർക്ക് കൂടുതൽ കൂടുതൽ മികച്ച രചനകൾ നൽകാനായിട്ട് ശ്രമിക്കുക. താങ്കൾ ഇതുപോലെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ താങ്കൾക്ക് തന്നെ ഒരു മടുപ്പ് അനുഭവപ്പെടും, ഞാൻ ഇതിനെ തുടർന്ന് എഴുതുന്നതെന്നുള്ളത്. അങ്ങനെ വെക്കാതെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോ എല്ലാവരുടെയും ഒരുവിധം ഡൗട്ട്സ് ഒക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാൻ കഴിയുന്നതാണ്. നാളെ നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.